എല്ലാ കൂട്ടുകാർക്കും KJN അസോസിയേറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മുടെ കേരള ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ്. നമ്മൾ PSCയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഞാൻ എടുത്തത്. 3 തവണയായിട്ടുള്ള 3 വിജ്ഞാപനങ്ങളിലൂടെ ഒട്ടനവധി ഒഴിവുകളിലോട്ട് ഉള്ള അപേക്ഷകൾ കേരള PSC ക്ഷണിച്ചിട്ടുണ്ട്. അതിൽ ആദ്യം വന്ന നോട്ടിഫിക്കേഷൻ പ്രകാരം 14/1/2026, അതായത് ഈ മാസം 14-ാം തീയതി വരെ അപേക്ഷിക്കാവുന്ന ഒത്തിരി ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മാസം 14-ാം തീയതി തീരുന്നതിൽ 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്നൊരു ഒഴിവുള്ളത് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ റവന്യൂ വകുപ്പിലോട്ട് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് എന്ന തസ്തികയാണ്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ തസ്തികയിലോട്ട് അപേക്ഷിക്കാനുള്ള പ്രായപരിധി എന്ന് പറയുന്നത് 18-നും 36-നും ഇടയിലായിരിക്കണം. 18-നും 36-നും ഇടയിൽ വയസ്സുള്ള ഉദ്യോഗാർത്ഥികൾക്ക് PSCയുടെ ഈ ഒഴിവിലോട്ട് അപേക്ഷിക്കാവുന്നതാണ്. ഇതിൽ പറയുന്നത് SLC വിദ്യാഭ്യാസം വേണമെന്നാണ്. SLC, അതായത് 10ാം ക്ലാസ് പാസ്സായ ആർക്കും ഈ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് തസ്തികയിലോട്ട് അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെ കാലാവധി 14/1 വരെയാണ്. ഇത് 10ാം ക്ലാസ് ബേസ് ചെയ്തിട്ടുള്ളതാണ്. കൂടാതെ ഇതേ സമയം തന്നെ കാലാവധി അവസാനിക്കുന്ന മറ്റു കുറച്ച് തസ്തികകളുടെ ഇത് നമ്മുടെ പോലീസ്, എക്സൈസ്, പോലീസ് വകുപ്പിലോട്ടാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമുള്ള ഒഴിവുകളാണ് പറയുന്നത്. ഇതിൽ കോമൺ ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ഉണ്ട്, അതാദ്യം പറയാം. 18 മുതൽ 26 വയസ്സ് വരെ പ്രായമുള്ളവർക്കാണ് ഈ തസ്തികകളിലോട്ട് അപേക്ഷിക്കാൻ കഴിയുന്നത്. കൂടാതെ +2 പാസ്സായിരിക്കണം എന്നൊരിത് കൂടിയുണ്ട്. കൂടാതെ സ്പോർട്സിൽ പരിചയമുള്ളവർക്കും, അതുപോലെ ഇതിൻ്റെ ക്രൈറ്റീരിയ പ്രകാരം മിനിമം ഹൈറ്റ് ഒക്കെ, അതുപോലെ തന്നെ നമ്മളുടെ വിഷൻ, കേൾവിശക്തി, ഇതെല്ലാം ടെസ്റ്റ് ചെയ്തിട്ടുള്ള അങ്ങനെയുള്ള നമ്മുടെ ഫിസിക്കലായിട്ടുള്ള ഫിറ്റ്നസ്സും കൂടി ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിലോട്ട് എടുക്കുക. അപ്പോൾ അത് എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. അപ്പോൾ അതിൻ്റെ തസ്തികകൾ പറയും 547/2025. അത് വരുന്നത് പോലീസ് കോൺസ്റ്റബിളാണ്. അടുത്തത് 550/2025 വുമൺ പോലീസ് കോൺസ്റ്റബിളാണ്. പിന്നെ വരുന്നത് 551/2025, അത് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ, അത് ഓഫീസർ ട്രെയിനി എന്ന് പറഞ്ഞ തസ്തികയാണ്. പിന്നെ വരുന്നത് 552/2025, അത് ഫയർ ആൻഡ് സേഫ്റ്റി ഡ്രൈവറാണ്. ഈ 4 തസ്തികകൾ 18-നും 26-നും ഇടയിൽ പ്രായമുള്ള +2 പാസ്സായ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിൽ വുമൺ പോലീസ് ഓഫീസർ, വുമൺ പോലീസ് കോൺസ്റ്റബിൾ സ്ത്രീകൾക്കുള്ളതാണ്, മറ്റുള്ളത് പുരുഷന്മാർക്കുള്ളതാണ്. ഇതിലൊക്കെ കോമൺ ആയിട്ട് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ SC/ST കാറ്റഗറി, OBC കാറ്റഗറികൾക്കൊക്കെ നിയമാനുസൃതം PSC സ്ഥിരമായി നടപ്പാക്കുന്നതായ വയസ്സിളവും ഉണ്ടായിരിക്കുന്നതാണ്. അടുത്തതായിട്ട് പറയുന്നത് നമ്മുടെ വരുന്നത് പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി തന്നെയാണ്. അത് ആംഡ് പോലീസ് ബറ്റാലിയനിലോട്ട്, അതിൻ്റെ പ്രായപരിധി വരുന്നത് 18-നും 26-നും ഇടയിൽ തന്നെയാണ്. അതിനും +2 ആണ് മിനിമം യോഗ്യത പറയുന്നത്. കൂടാതെ വേറെ 564/2025, ഇത് പറയുന്നത് 19-നും 31-നും ഇടയിൽ പ്രായമുള്ളവരാണ്. 19 വയസ്സിനും 31 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് ഇതിൽ അപേക്ഷിക്കാൻ പറ്റുന്നത്. സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനിയാണ്. സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി എന്നതിലാണ്, അതും +2 തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും ഒഴിവുകളാണ് നിലവിൽ +2 വയസ്സുള്ളവർക്ക് ഉള്ളത്. 550/2025, 547/2025, 551/2025, 552/2025, 563/2025. ഇതെല്ലാം +2 ബേസിലാണ്. 18 മുതൽ 26 വയസ്സ് വരെയുള്ളവർക്കാണ്. കൂടാതെ
ഇതിൽ 550/2025 സ്ത്രീകൾക്ക് മാത്രമുള്ളതും ബാക്കിയുള്ളത് പുരുഷന്മാർക്കുള്ളതുമാണ്. ഇതൊക്കെ പോലീസ്, ഫയർഫോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കുള്ളതാണ്. കൂടാതെ 564/2025 ഇത് സിവിൽ എക്സൈസ് ഓഫീസറാണ്. ഇത് ട്രെയിനി എന്ന പോസ്റ്റ്. അത് 19-നും 31-നും ഇടയിൽ പ്രായമുള്ളത്. നിയമാനുസൃതം PSC സ്ഥിരമായിട്ട് നൽകുന്നതായ വയസ്സിളവുകൾ എല്ലാവർക്കും ലഭിക്കുന്നതുമാണ്. അപ്പോൾ PSC രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഇത് എത്രയും പെട്ടെന്ന് തന്നെ ടൈം ലോഗിൻ ചെയ്ത് ഇത് അപേക്ഷിക്കാൻ ശ്രമിക്കുക. ഇതുവരെ ചെയ്യാത്ത 18-നും 25-നും ഇടയിലുള്ള വിദ്യാർത്ഥികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ PSC അപേക്ഷിക്കുക. അതുപോലെ പഠിച്ച് സർക്കാർ ജോലി നേടണമെന്ന് ആഗ്രഹമുള്ളവർ അതിനായി പരിശ്രമിക്കേണ്ടതാണ്. അപ്പോൾ PSC എഴുതുന്ന എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അതിനോട് മുമ്പ് ഒരു കാര്യം കൂടി നിങ്ങളോട് പറയുകയാണ്. ഞാൻ ഈ പറഞ്ഞ എല്ലാ തസ്തികകളും വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റായ 571/2025 വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് അടക്കം ഉള്ള ഇതെല്ലാം ഈ പറഞ്ഞ 547/2025, 550/2025, 551/2025, 552/2025, 563/2025, 564/2025 എന്നീ കാറ്റഗറി നമ്പറിലുള്ള തസ്തികകളുടെ അവിടേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ മാസം 14-ാം തീയതിയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതാരും മറക്കാതെ ഇരിക്കുക. അതുപോലെ തന്നെ വേറെ 3-4 കാര്യം കൂടി ഞാൻ പറയുകയാണ്. ഇത് കൂടാണ്ട് ഒരു 3 തസ്തികകളുടെ കൂടി കാര്യങ്ങൾ ഞാൻ ഇത് കൂടാതെ 2 ഇത് കൂടി 10ാം ക്ലാസ് ബേസ് ചെയ്തുള്ള വന്നിട്ടുണ്ട്. അത് പക്ഷേ 4/2/2026 അതായത് ഫെബ്രുവരി മാസം 4-ാം തീയതി വരെ അതിനോട് ഇതുണ്ട്. അത് പറയുന്നത് 618/2025. ഇത് പറയുന്നത് കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിലോട്ടുള്ള സ്റ്റോർമാൻ എന്ന തസ്തികയിലോട്ടാണ്. സ്റ്റോർമാൻ തസ്തികയിലോട്ട് കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ സ്റ്റോർമാൻ തസ്തികയിലോട്ട് അപേക്ഷിക്കാനുള്ള അവസാന തീയതി 4/2/2026 ഇത് 18-നും 36-നും ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാം. ആകെ ഒറ്റ ഒഴിവാണ് അതിലുള്ളത്. അടുത്തത് പറയുന്നത് 619/2025 കേരള സ്റ്റേറ്റ് ബീവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡിലോട്ടുള്ള ഒഴിവാണ്. അവിടെ കേരള ബീവറേജിലോട്ട് LDC ലോവർ ഡിവിഷണൽ ക്ലർക്കാണ് തസ്തിക. 619/2025 കാറ്റഗറി നമ്പർ. 18-നും 36-നും ഇടയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. അപ്പോൾ ആരെങ്കിലും അപേക്ഷിക്കാത്തവരുണ്ടെങ്കിൽ ഇതുകൂടി അപേക്ഷിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേർന്നു. എല്ലാവരും പഠിക്കുക, നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതാൻ ശ്രമിക്കണം. ഇതുപോലുള്ള അറിയിപ്പുകൾ ഇനിയും നിങ്ങൾക്ക് നൽകുവാൻ എന്നെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൂടാതെ ഈ വീഡിയോ ഇതുകൂടാതെ ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോകളും ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും പ്രോത്സാഹനം നൽകണമെന്ന് അപേക്ഷിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി. ശുഭദിനം.